കുവൈറ്റിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളികളുടെയൊക്കെ മൃതശരീരം ഇന്ന് നാട്ടിലെത്തിക്കുകയാണ്. ആ പ്രിയപ്പെട്ടവരുടെയൊക്കെ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് എത്തുന്നതും വേദനയോടെ കാത്തിരിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നു. അവിടെ അഭിലാലുണ്ട്. CK അഭിലാൽ, പത്തനംതിട്ട ജില്ലയിലാണ് ഒരുപക്ഷെ ഒരുപാട് നഷ്ടമുണ്ടായത് അല്ലേ? പത്തനംതിട്ട ജില്ലയിൽ ഈ ചേതനയേറ്റ ശരീരങ്ങൾ ഏറ്റുവാങ്ങാനായി എന്തൊക്കെ ഒരുക്കങ്ങൾ ഇവരുടെയൊക്കെ വീടുകളിൽ ഉണ്ട്, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുണ്ടോ? മോത്തി 6 ജീവനുകളാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് ആകെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു കടുത്ത നടുക്കവും വേദനയും ഒക്കെ തന്നെ ജില്ലയുടെ എല്ലാ കോണുകളിൽ നിന്നും പ്രകടമായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ അടക്കം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ചില കുടുംബാംഗങ്ങൾ കൂടി കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 8:30 മുൻപ് തന്നെ അവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 6 പേരിൽ പത്തനംതിട്ട വാഴമുട്ടം ഈസ്റ്റ് സ്വദേശിയായിട്ടുള്ള PV മുരളീധരൻ നായരുടെ മൃതശരീരം മാത്രമാണ് ഇന്ന് സംസ്കരിക്കുക. വീട്ടുവളപ്പിൽ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മൃതശരീരം ഇവിടേക്ക് എത്തിച്ചേരുന്ന സമയം കൂടി കണക്കിലെടുത്തായിരിക്കും അന്ത്യകർമ്മങ്ങൾക്കുള്ള തീരുമാനത്തിൽ അന്തിമമായ ഒരു കണക്കുകൂട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുക. എന്നാലും പ്രതീക്ഷിക്കുന്ന സമയം 4 മണിക്ക് മുൻപായി തന്നെ മൃതശരീരം വീട്ടുവളപ്പിൽ സംസ്കരിക്കും എന്നുള്ളതാണ്. പന്തളം മുടിയൂർക്കോണ സ്വദേശി ആകാശ് എസ് നായരുടെ മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങി മോർച്ചറിയിലേക്ക് മാറ്റും. നാളെയായിരിക്കും വീട്ടുവളപ്പിലെ സംസ്കാരം. മരിച്ച മറ്റ് ആളുകൾ, അതായത് സജു വർഗീസിൻ്റെ മൃതശരീരം, അതോടൊപ്പം തന്നെ ഷിബിൻ ടി എബ്രഹാം, മാത്യു ജോർജ്, തോമസ് സി ഉമ്മൻ എന്നിവരുടെ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നത് തിങ്കളാഴ്ചയാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഒരുക്കങ്ങൾ എന്നുള്ളത് PV മുരളീധരൻ നായരുടെ വീട്ടിൽ സംസ്കാരത്തിന് ആവശ്യമായ ഒരുക്കങ്ങളിലേക്ക് ബന്ധുക്കൾ കടന്നിട്ടുണ്ട്. ശരി അഭിലാൽ, അതുപോലെ തന്നെ ഈ ബന്ധുക്കൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുമായി പോയവരാണ്. ഈ സ്വപ്നങ്ങളൊക്കെ പൂർണ്ണമായും സാക്ഷാത്കരിച്ചുകൊണ്ടല്ല ഇവരൊക്കെയും ജീവൻ വെടിഞ്ഞു പോയത്. അതിൽ ഒരു അതീവ ദുഃഖത്തിലാണ് ഒരു നാടൊന്നടങ്കമുള്ളത്. ഈ പലരുടെയും സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അഭിലാൽ പറഞ്ഞിരുന്നു, പലരുടെയും ജീവിത സാഹചര്യം പലതാണ് എന്ന്. അതിലേറെ ഹൃദയത്തിൽ തട്ടുന്നതാണ് ഇവരുടെയൊക്കെ ജീവിത കഥകൾ അല്ലേ? അതെ, PV മുരളീധരൻ നായരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 32 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. 62 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 10 അദ്ദേഹം ഇവിടെ നിന്നും അവധി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയത്. കാരണം 62 വയസ്സ് കൂടി ഉണ്ട് എന്നതിനാൽ തന്നെ അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് ഇനി നാട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയാമെന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പങ്കുവച്ചത്. പോകുന്നതിന് മുൻപായി ബന്ധുക്കളോട് പറഞ്ഞത് ഇനി കുവൈറ്റിലേക്ക് ഒരു യാത്ര ഉണ്ടാകില്ല, എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത്. നമ്മുടെ നാട്ടുഭാഷയിൽ പറയുമ്പോഴാണെങ്കിൽ അറം പറ്റുക എന്നുള്ള രീതിയിലുള്ള ചില പദപ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. PV മുരളീധരൻ നായരുടെ കാര്യത്തിലാണെങ്കിൽ ബന്ധുക്കൾ ഏറെ സങ്കടത്തോടുകൂടി പറയുന്ന അദ്ദേഹം അവസാന നിമിഷം യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ പറഞ്ഞ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. അത് ഒരു വലിയ ദുരന്തം എന്നുള്ള തരത്തിലാണ് കുടുംബാംഗങ്ങൾക്ക് വന്നു പതിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് മറ്റൊരു തരത്തിൽ സംഭവിച്ചു എന്നുള്ളതിൻ്റെ കടുത്ത ആഘാതമുണ്ട്. 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. മകളുടെ വിവാഹം കഴിഞ്ഞു. മകൻ പഞ്ചാബിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ആദ്യം വിവരം അറിയുന്നത് മകനായിരുന്നു. മകൻ ഏറ്റവും അടുത്ത ബന്ധുക്കളെടുത്ത് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ അച്ഛൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുന്നതിനായി മകൻ പഞ്ചാബിൽ നിന്നും ഇന്നലെ തന്നെ യാത്ര പുറപ്പെട്ട് വൈകുന്നേരം വീട്ടിൽ എത്തിച്ചേർന്നു. മകൾ മിനിഞ്ഞാന്ന് വൈകുന്നേരം തന്നെ വീട്ടിലെത്തിയെങ്കിലും അപകടം നടന്നു, അച്ഛന് കാര്യമായ പരിക്കുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ബന്ധുക്കൾ പങ്കുവച്ചിരുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഈ വിവരങ്ങൾ യാതൊന്നും പറഞ്ഞിരുന്നില്ല. ദിനപത്രം മനഃപൂർവ്വം വീട്ടിൽ നിന്നും മാറ്റിയിട്ടു. ടെലിവിഷൻ വാർത്താ ചാനലുകൾ കാണാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ബന്ധുക്കൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ വിവരം അറിഞ്ഞ് മറ്റുള്ള ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ തന്നെ മുരളീധരൻ നായരുടെ വിയോഗം അറിഞ്ഞ് വീടുകളിലേക്ക് എത്തുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ബന്ധുക്കൾ കാത്തുനിന്ന് അവരെ ഭാര്യ വിവരം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം നൽകി മടക്കി അയക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ ഞങ്ങൾ എത്തുമ്പോൾ സമയത്താണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിനുവാണ് സംസാരിച്ചത്. വീട്ടിൽ ചേച്ചി ഈ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ബിനുവിൻ്റെ പ്രതികരണം എടുത്ത് അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ ഉച്ചയോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ആളുകൾ അറിയുന്നു, ജനപ്രതിനിധികൾ എത്തിച്ചേരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ വരികയും ഒടുവിൽ 1 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഈ വിയോഗ വാർത്ത പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത്.
അങ്ങനെ വലിയൊരു ദുരിതത്തിൽ അല്ലെങ്കിൽ തീരാ സങ്കടത്തിലേക്ക് ആ കുടുംബം വഴുതി വീണ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആറുപേരെ ഈ ജില്ലയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ ഇന്ന് സംസ്കരിക്കപ്പെടുന്നത് പി.വി. മുരളീധരൻ നായരുടെ മൃതശരീരമാണ്. വീട്ടുവളപ്പിൽ തന്നെ കുഴിമാട ഒഴുക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ശരി അഭിലാൽ, ഇനി ഈ 6 പേർ ഒരു ജില്ലയ്ക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ട എത്ര പേരുടെ പ്രാർത്ഥനകളും അവരുടെ ഓർമ്മകളും ഒക്കെയാണ് ചേർത്ത് പിടിക്കാൻ മാത്രമായി പോകുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ദുഃഖത്തിൻ്റെ ഒരു കാഠിന്യം നമുക്ക് ഊഹിക്കാൻ കഴിയുക.